അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിന് ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടുന്ന മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങളുടെ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ, അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം, നമുക്കറിയാം വചനമാണ് ആഹാരം എന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ചു, അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെന്താ ചെയ്യണത്? അതിനെ നമ്മൾ
വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും, അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും, അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പോൾ അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തെയൊക്കെ വിട്, നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കുന്നത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവരുടെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസപ്പോസിൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ട് സാംസ്കാരികമായിട്ട് സാഹിത്യപരമായിട്ട് കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23 ഞാൻ ഇതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോസ്തല പ്രവർത്തനം 17:21 എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരു ആശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ട് ഇത് പറയും. ഒരു പീഠമുണ്ട്. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളിലേക്ക് സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി. അതാണ് പുള്ളി പറയണത്, നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28 എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു, നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വയലാറും വയൽവിക്കുറിപ്പൊക്കെ നമ്മുടെ അത്താറുകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുക വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു,
യഹൂദർ അടയാളം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യവും ഒന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യുന്നത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ യുഗത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഓശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്? 1:1-22-23 യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടല്ലേ താഴേക്ക്? യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാവുന്നതാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്. വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം? അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരബദ്ധ അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിച്ചാൽ നമ്മൾ പറയുന്ന കാര്യം ചിലക്കത് ഭോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ നമ്മൾ പറയുന്ന കാര്യം. പക്ഷേ ചിലപ്പോൾ ചിലർക്ക് ഭോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയണത് നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംഡർ അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്. എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, ആ സഭ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. ഇപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിലെ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമ്മൾ എന്ത് ചെയ്താലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണം അല്ലേ. ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാളും ബെസ്റ്റായിട്ടിത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി. നമ്മളുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയ ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു. അപ്പോൾ അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയം നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിരുന്ന് ഉറങ്ങും, അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ ഗ്യാസ് തീർന്നു.
അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾ പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും. പക്ഷെ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും ഒരാളെ സഹായിക്കണതും ഒരാളുടെ കൂടെ തുണയാത്ര പോണതും ഒരാൾക്ക് ഒരു പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം പാശ്വരമാകട്ടെ. ഞാൻ ഡോക്ടർ ഗോപിക. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി 2024 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന നിയോഗവും അതുകൂടാതെ വേറെ കാര്യങ്ങളും മാതാവ് എനിക്ക് ഈശോ വഴി നേടി തന്നിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈശോയും മാതാവുമായിട്ട് ഒരു കണക്ഷൻ പണ്ടേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് 7th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാനൊരു കോൺവെൻറ്റിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ കൊന്തയ്ക്ക് കൂടുമായിരുന്നു. ഒരിക്കലും കമ്പൾസറി ഉണ്ടായിരുന്നില്ല, ഇന്ന ആൾക്കാർ പോകണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമായിരുന്നു, ഞാൻ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ സിസ്റ്റേഴ്സായിട്ട് ഒരുപാട് കമ്പനി ഉണ്ടായിരുന്നു, അവരെനിക്ക് കൊന്തകൾ തരുമായിരുന്നു, അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. ഈ 7th തൊട്ട് 12th വരെ അങ്ങനൊരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ, പിന്നീട് എനിക്ക് ഒരു 1 ഇയർ ഞാൻ ഒരു എൻട്രൻസ് എക്സാമിന് പോയി. അവിടെ പോയപ്പോഴും ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് ഒരു കോൺവെൻറ്റിലേക്കാണ്. ഒരിക്കലും ഞാൻ തപ്പിപ്പോയതല്ല. അപ്പോൾ അവിടെ ചെന്നണക്കെയും ഇതുപോലെ തന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാൻ പറ്റി, സന്ധ്യയ്ക്ക് കൊന്ത ചൊല്ലാൻ പറ്റി, ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് BMSന് കയറിയ ശേഷമാണ് ഒരു 5 വർഷം എനിക്ക് ഇതിൽ നിന്നൊരു ഗ്യാപ്പ് വന്നത്. അപ്പം ഞാൻ അന്നേരം ഈശോയെ മാതാവിനെ ഒന്നും ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിട്ടെങ്കിലും ഒരിക്കലും അവർ എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഈ 5 ഇയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം PGക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തു. 2 വർഷത്തോളം ഞാൻ PGക്ക് നോക്കി, പക്ഷേ എനിക്ക് PG കിട്ടിയില്ല. കഠിനമായിട്ട് തന്നെ ഞാൻ അധ്വാനിച്ചു. കാരണം എനിക്കൊരു മോളുണ്ടായിരുന്നു, അപ്പോൾ അവളുടെ കൂടെ തന്നെ ഞാനിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത്. പക്ഷേ എനിക്ക് PG കിട്ടിയിരുന്നില്ല. അങ്ങനെ വിഷമിച്ചിരുന്ന് കരുതുന്ന സമയത്താണ് CRAV എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാം വന്നത്. അത് പെർമനൻ്റ് അല്ല എങ്കിലും എനിക്കത് അതിൽ കയറി പറ്റണമെന്ന് എനിക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അത്. അതിൽ കയറിക്കൊണ്ടാണെങ്കിലും എനിക്കിനി വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ ഞാൻ അത്രയേറെ ആഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും തന്നെ ആൻസൈറ്റി എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കാരണം എനിക്ക് PG പോലെ ആയിപ്പോയാൽ എന്ത് ചെയ്യും, ഇനി എനിക്ക് PG കിട്ടാതിരുന്നത് പോലെ ഇത് വീണ്ടും കിട്ടാതിരുന്നത് എന്ത് ചെയ്യും, പഠിക്കാനുള്ള സമയം മൊത്തം എനിക്ക് ചിന്തകളിലൂടെ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കൗൺസിലിങ്ങിന് പോകാം, ജസ്റ്റ് ഒരു കൗൺസിലിങ്ങിന് പോയ ഒരു ആശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ കൗൺസിലിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇയാൾക്കൊരു പ്രശ്നമില്ല, ഇയാൾക്കൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിരുത്തി ഇത് പഠിച്ചാൽ മതി എന്നാ പറയണം. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് എക്സാം വരെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ തന്നാൽ എനിക്ക് അതുകൊണ്ടൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിർബന്ധിച്ച് ടാബ്ലറ്റ് വാങ്ങിച്ച് ഒരാഴ്ചത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ CRAVയുടെ എക്സാമിന് പഠിച്ച് എക്സാം എഴുതിയ സമയത്തും അത്യാവശ്യം എനിക്ക് എളുപ്പമുള്ളതായിട്ടാണ് തോന്നിയത്. 98% എനിക്ക് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് ലിസ്റ്റ് ഇട്ടു, അതിലെൻ്റെ പേര് വന്നില്ല. സെക്കൻഡ് ലിസ്റ്റ് ഇട്ടു, അതിലും എൻ്റെ പേര് വന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ ആകെ തകർന്നു. ഇത്രയേറെ ആയിട്ടും എനിക്കൊരു റിസൾട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു അന്ന് രാത്രിയിലിരുന്ന്. അന്ന് ഒരിക്കലും ഞാൻ പണ്ട് ഈശോയെ മാതാവിനെ വിളിച്ച് അതൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് തന്നെ ഞാൻ അവിടെ പറയുകയാണ്, എന്താ ദൈവമേ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ തന്നത്, ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന സമയത്ത് 7 തൊട്ട് 12 വരെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് കുറേ കൊന്തകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നീട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്തേക്ക് എൻ്റെ കണ്ണുകൾ ആരോ കൊണ്ടുടക്കുന്ന പോലെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കി. അപ്പോൾ ആ കൊന്തകൾ കണ്ടു. ഞാൻ ആ കൊന്തയെടുത്ത് ഞാൻ ആദ്യത്തെ കൊന്ത ഞാൻ ചൊല്ലി. ഒരു കൊന്ത ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എൻ്റെ കൂടെ ആരോ ഉണ്ടെന്നുള്ള ഒരു വലിയ ആശ്വാസം എനിക്കുണ്ടായി. അതൊന്നും കൃപാസനം എന്താണെന്നോ കൃപാസനത്തിൽ എന്താ നടക്കുന്നതെന്നോ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ കൊന്ത ചൊല്ലിയത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റപ്പോൾ വീണ്ടും എനിക്ക് കൊന്ത ചൊല്ലാൻ തോന്നുകയാണ്. ഞാൻ വീണ്ടും കൊന്ത ചൊല്ലി. പഴയ ബൈബിൾ ഞാൻ പൊടി തട്ടിയെടുത്തു, ഞാൻ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ട് എൻ്റെ ഫോണിനകത്തോട്ട് ഒരു ഷോർട്ട് വീഡിയോ വരികയാണ്. കൃപാസനത്തിലെ ഒരു ഷോർട്ട് വീഡിയോ വരികയാണ്. പക്ഷെ ഞാനത് എടുത്ത് നോക്കിയില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നെക്സ്റ്റ് ഡേ വീണ്ടും ഈ ഒരു ഷോർട്ട് വീഡിയോ കയറി വരികയാണ്. ഞാൻ അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അമ്മ
എൻ്റെ അമ്മ ഈശോയുടെ അമ്മയുള്ള പാട്ട് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പം ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് കേട്ടു. പക്ഷേ എന്നിട്ട് ഈ പള്ളി എന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയർ ഒരു ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ CRAV എഴുതി, അതും എനിക്ക് കിട്ടിയില്ല, എല്ലാം നഷ്ടമാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, ചേച്ചിയുടെ പേര് കൃപ എന്നാണ്. അപ്പോൾ ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറയാം, എടി ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ, ഞാൻ പോകാൻ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, നീ അവിടെ പോയി ഉടമ്പടി എടുക്കുക, നിനക്ക് ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നാൽ നമുക്ക് അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കാം. അച്ഛൻ ഓക്കെ ഒക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, നമുക്ക് പിന്നെ ആവാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരുപാട് ഒരുങ്ങി, ആ മാതാവിനെ വരവേൽക്കാൻ പോവാണ്, ആ ഒരു രീതിയിൽ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ പിന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു മുടക്ക് വന്നപ്പോൾ എനിക്കത് വിഷമമായിട്ട് ഞാൻ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ബൈബിൾ തുറന്ന് നോക്ക്, എന്താ പറയുന്നത് നമുക്ക് അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ബൈബിൾ തുറന്ന് നോക്കി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് വന്നത് സന്ദർശനം മാറ്റിവെക്കുന്നു എന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇപ്പോഴല്ല പറയണേ, 2 ദിവസം കൂടെ കഴിയട്ടെ എന്നാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, ഞാനും അച്ഛനും കൂടെ അവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് മാതാവിനെ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. വന്ന് അന്ന് തൊട്ട് ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ 6-7 കൊന്തകൾ ഇവിടെ നിന്നല്ല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാതാവിനെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് 2 ആഴ്ചയോളം എനിക്ക് ഹെഡേക്ക് ഭയങ്കരമായിരുന്നു, കുറയുന്നില്ല. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ ഹെഡേക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ എനിക്ക് നമുക്ക് പോളിസ്റ്റർ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ചൂടുകുരു പോലെ അലർജി വരുമായിരുന്നു. പക്ഷേ ഇത് ഞാനൊന്നും മാതാവിന് നിയോഗം വെക്കുമെന്ന് വിചാരിച്ചല്ല, മാതാവ് മാറ്റണം, ഇതൊക്കെ എന്തിനാ പറയണേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതെല്ലാം മാതാവ് മാറ്റി തന്നു. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ CRAVയുടെ എക്സാമിൻ്റെ കാര്യം ഞാൻ പിന്നെ അങ്ങ് വിട്ട് കളഞ്ഞു. കാരണം ഇതൊന്നും എനിക്ക് കിട്ടിയില്ലേലും വേണ്ടിയില്ല, എൻ്റെ കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. അങ്ങനെ അതിനുശേഷം എൻ്റെ ഒരു കസിൻ ചേച്ചി അവൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനും അവളും കൂടി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അവളോട് പറഞ്ഞു, എടി എനിക്ക് CRAVന്ന് ഇതുവരെ ഒന്നും വന്നില്ല, വന്നെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു എമൗണ്ട് വന്നാൽ നമുക്കൊരു കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവെല്ലാം കേൾക്കുകയാണ്, നിനക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ച് ഞാൻ പള്ളി മുറ്റത്ത് നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് CRAVന്ന് കോള് വരികയാണ്, എന്താ പറയുക ലിസ്റ്റിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ എടുത്ത് നോക്ക്, ലിസ്റ്റ് എടുത്ത് നോക്ക്, അതിൽ 10 പേരെ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എൻ്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക എനിക്കത് ഭയങ്കര, അപ്പം ഇത് കണ്ടപ്പം അവൾക്കും ഭയങ്കരമായിട്ട് വിശ്വാസമായി, അവളും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു നിയോഗം എനിക്ക് മാതാവ് സാധിച്ചു വന്നു. പിന്നെ ആദ്യത്തെ 2 ലിസ്റ്റിൽ എനിക്ക് കിട്ടാതിരുന്നത് വളരെ നന്നായി എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം ഈ 3ാമത്തെ ലിസ്റ്റിൽ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം നല്ലൊരു ഹോസ്പിറ്റൽ, 260 കിലോമീറ്ററിന് എബോവിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ എനിക്ക് കറക്റ്റ് 260 കിലോമീറ്ററിൽ പാലക്കാട് എനിക്ക് എല്ലാ മാസവും വരത്തക്ക വണ്ണം അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു സാറിനെ കിട്ടി. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. ഇതുപോലൊരു സ്ഥലം വേറെ ഉണ്ടാവത്തില്ല. പിന്നെ കിട്ടാതിരുന്ന 2 മാസത്തിന് പുതിയൊരു റൂള് വന്നിട്ട് ഇനി ആ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു വർഷം അങ്ങനെ ഒരു റൂളും വന്നിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് നഷ്ടമായിട്ടില്ല. അങ്ങനെ എൻ്റെ CRAVയുടെ കാര്യത്തിൽ മാതാവ് വലിയൊരു കാര്യം, എനിക്ക് നല്ലൊരു സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു പഠിക്കുകയും ചെയ്യാം, ഒപ്പം എനിക്ക് വർക്കും ചെയ്യാം. ആ ഒരു രീതിയിൽ എനിക്ക് മാതാവ് എന്നെ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് കാലിലൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. അതൊരു 3-4 വർഷം കൊണ്ടേ ഉണ്ട്. മരുന്ന് കഴിക്കും, മാറും, വീണ്ടും വരും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പുള്ളിക്കാരന് അങ്ങനെ പഥ്യങ്ങളൊന്നും അങ്ങനെ നോക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാനിവിടെ വന്നപ്പോൾ നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരു വല്ലാത്ത രീതിയിൽ എല്ലാവരും പറഞ്ഞു, നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച തന്നെ എനിക്കൊന്ന് മാറ്റി തരണേ മാതാവേ എന്ന് ഞാനങ്ങ് പറഞ്ഞു. അപ്പം എന്നിട്ട് അടുത്ത ആഴ്ച ആയപ്പോൾ അത് മാറിയില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പോൾ പിന്നീട് അച്ഛൻ ധ്യാനത്തിനകത്ത് പറയുകയാണ്, വിശ്വാസമല്ല, നെക്സ്റ്റ് സ്റ്റേജ് പ്രത്യാശയാണ്, അതിനുശേഷം സ്നേഹമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണം, മാതാവ് എന്തോ കരുതുന്നുണ്ട് അച്ഛനിൽ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ അതൊക്കെ വിട്ട് കളഞ്ഞു, മാതാവ് എപ്പോഴെങ്കിലും മാറ്റട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു. അങ്ങനെ എൻ്റെ 2ാമത്തെ പുതുക്കൽ സമയമായപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആർക്കും തന്നെ വലിയ വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നെ കുറ്റം പെടുത്തുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ. എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ആയി പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവരെല്ലാവരും എൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരെല്ലാം വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. എൻ്റെ അമ്മ അച്ഛനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അവരൊക്കെ ഉടമ്പടി എടുത്ത് പുതിയ ജീവിതം അങ്ങോട്ട് മാറി തുടങ്ങിയപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛൻ്റെ കാലിൽ അസുഖം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്കിൻ ഡിസീസിൽ ഒരു പാട് പോലും അവശേഷിക്കാത്ത രീതിയിൽ ഒരു പഥ്യങ്ങളും ഇല്ലാതെ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചിട്ട് കാല് കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുണ്ട് അച്ഛൻ്റെത്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
എനിക്ക് കാറിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി പണ്ട് കുഞ്ഞിലെ തൊട്ടേ ഉള്ള ഒരു കാര്യമായിരുന്നു. ഇത് ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല. അപ്പോൾ എനിക്ക് അത് കാരണം യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അത് കാരണം. പക്ഷേ ഒരു സമയത്ത് ഞാൻ രണ്ടാമത്തെ പുതുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാറിലിരുന്നപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് എന്തോ അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തിരുന്ന അമ്മൂമ്മയോടും പറഞ്ഞു, അമ്മൂമ്മ എനിക്ക് ഇങ്ങനെ ടെൻഡൻസി ഒന്നും വരുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങ് റൂമിൽ പോയി കിടന്ന് നെക്സ്റ്റ് ഡേ എൻ്റെ ഒരു ബുക്കുണ്ട്, മാതാവിൻ്റെ സന്ദേശത്തിൻ്റെ ബുക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം അതിലെ പ്രാർത്ഥിച്ചിട്ടെടുത്ത് നോക്കാറാ പതിവ്. അപ്പോൾ ഇതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നിനക്ക് തന്ന കൃപ നീ മറന്നുപോയോ എന്നുള്ള ഒരു സെൻറ്റൻസാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ആലോചിച്ചു, ഇന്നലെ എന്ത് കൃപ. അപ്പോഴേ എനിക്ക് മനസ്സിലായത് കാറിലിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായില്ലല്ലോ എന്നുള്ളത്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല. കാറിലിരിക്കുമ്പോൾ ഒരു വൊമിറ്റിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു മൂന്നാമത്തെ സാക്ഷിയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോകുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനം ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരാളല്ല. എനിക്കൊരു വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വരുമാനം ഞാൻ കണ്ടെത്തുന്നതെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ എനിക്ക് വരുമാനത്തിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് വേറെ ഒരുങ്ങി നടക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഹസ്ബൻഡ് അത്യാവശ്യം വരുമാനമുണ്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി. പക്ഷേ എനിക്ക് വരുമാനം വേണ്ടത് എനിക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ വേറൊരാളുടെ കാല് പിടിക്കേണ്ട ആവശ്യം എനിക്ക് വരരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. അവിടെയുള്ള അമ്മമാരെയും എല്ലാവരെയും കുളിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തോട് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നീ ഒരു ഡോക്ടറല്ലേ, നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കുളിപ്പിക്കാൻ അതിനൊക്കെ പോകണേ, അത് അത്രയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, ഈശോയ്ക്ക് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കൊടുക്കാമെങ്കിൽ ഒരു ഡോക്ടറായി എനിക്ക് ഒരു രോഗിനെ കുളിപ്പിക്കുന്നതിന് എന്താ തെറ്റ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം സിസ്റ്റർ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഡെയിലി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഫുഡ് ഞാൻ എന്നും വാങ്ങിച്ചു കൊടുക്കാൻ നോക്കാറുണ്ട്. പിന്നെ അനാഥാലയത്തിൽ പോകാറുണ്ട്. അങ്ങനെയുള്ള പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. സുഗന്ധാഭിഷേകം എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് 1-2 ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇത്തിരി സമയം ഒന്ന് വൈകിയാൽ തന്നെ സന്ധ്യാസമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു സമയമായി എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട് 1-2 തവണ. അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഭയങ്കരമായിട്ട് തോന്നിയത്, ഞാനൊരു കോൺവെൻറ്റിൽ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയായിരുന്നു ഞാൻ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹം തോന്നി എന്നും കുർബാനയ്ക്ക് പോകണം. പക്ഷേ ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺസിൻ്റെ ഒരു ഹോസ്പിറ്റലാണ്. അവിടുന്ന് അടുത്തൊന്നും പള്ളികളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല സുഖ സൗകര്യങ്ങളും നല്ല ഫുഡും നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ അത് കളഞ്ഞിട്ട് ഞാൻ കോൺവെൻറ്റിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ മാറിയ സമയത്ത് സാറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതെൻ്റെ ഉടമറി വസ്തുക്കളും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് ഡെയിലി പൊക്കോണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് PG യുടെ ഒരു ചിന്ത വന്നു. അതായത് PG ഒന്നുകൂടെ ട്രൈ ചെയ്താലോ പഠിച്ചാലോ എന്നൊക്കെയുള്ള ഒരു ആലോചന വന്നിട്ട് വീണ്ടും അതിലേക്ക് തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നില്ല. രാവിലെ 8:30 പോയാൽ വൈകുന്നേരം 5:30 വരിക, പിന്നീട് പ്രാർത്ഥന, ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടാതെ വന്നപ്പോൾ ഞാൻ കുർബാന എന്ത് ചെയ്തു, ഒന്നിടവിട്ടാക്കി. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത സങ്കടവുമാണ്. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊന്നും പറ്റാറില്ല, ഭയങ്കര വിഷമമാണ് ആ സമയത്ത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, അങ്ങനെ ഞാൻ മുടക്കിയിരുന്നു. അങ്ങനെ വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് 1 മണിക്കൂർ ഞാൻ കണ്ടുള്ള ഒരു സ്വപ്നം. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ്. അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത്രയും വലുതായിട്ട് തോന്നത്തില്ല. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഞാൻ ഈശോനെ കണ്ട ഒരവസ്ഥയായിരുന്നു അതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു പെൺകുട്ടി അവൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു ശരിയല്ലാത്ത രീതിയിലുള്ളൊരു ബാഡ് ടച്ചും ആ ഒരു രീതിയിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കാണുന്നത് ഒരു വെള്ള കേക്കാണ് കാണുന്നത്. ഈ വെള്ള കേക്കിനകത്ത് മുറിച്ച് എൻ്റെ വായിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. വെച്ച സമയത്ത് ഇത് തുപ്പിയിട്ട് ഞാൻ വല്ലാണ്ട് രക്തം ഛർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ കേക്കിൻ്റെ ഫ്രണ്ടിൽ ആ പെൺകുട്ടി നിൽപ്പുണ്ട്. പിന്നെ കാണുന്നത് ഞാൻ മെഴുകുതിരി കത്തിച്ച്, ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ കാണുക ഘട്ടം ഘട്ടമായിട്ട്. എന്നിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നു. ആ മെഴുകുതിരിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് 3 തവണ മാതാവ്, നമ്മുടെ കൃപാസന മാതാവിൻ്റെ പകുതി രൂപം പ്രത്യക്ഷപ്പെട്ട് മായുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഞങ്ങളുടെ സാറ് അവിടെ ഇരിപ്പുണ്ട്. സാറ് വെള്ള ഡ്രസ്സിട്ട് ഇരിക്കുക. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് വിശ്വാസമായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ്, പക്ഷേ എനിക്കിങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ അതിന് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണുകയാണ് ഒരു ജനലിൻ്റെ സൈഡിൽ കൂടെ ഒരു കൈ. ആ കൈ ഈശോൻ്റെ കൈകളാണെന്ന് ഞാൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഈശോൻ്റെ മുഖം കാണുന്നില്ല. ഒരു ഭയങ്കര ഒരു ബ്രൗൺ കളറിൽ രക്തം കട്ട പിടിച്ചായിരിക്കാം, അങ്ങനെ ഒരു കൈയാണ് ഞാൻ കാണുന്നത്. അതിങ്ങനെ കൈ വെളിയിലേക്ക് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അകത്തേക്ക് വലിക്കുകയാണ്. അങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് എനിക്കൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഭയങ്കര സന്തോഷവും ഉണ്ട്.
അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ച് മുകളിലേക്ക് ചെല്ലുമ്പോൾ വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഈശോയും അല്ലെങ്കിൽ ദൈവവും നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവിടെ ഒരു വൈവേ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലായിരിക്കും, വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയതിന് ശേഷം പെട്ടെന്ന് ഈശോൻ്റെ ഒരു സ്വരം കേൾക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ദേഹത്തേക്ക് ഒരു പ്രകാശം അടിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് കറങ്ങുകയാണ് ആ കാറ്റിൽ. അപ്പോൾ ഈശോയുടെ സ്വരം മാത്രമാണ് ഞാൻ കേൾക്കുന്നത്. നിനക്ക് എന്നെ വിശ്വാസമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണ്. നീ എന്നെ ആവശ്യത്തിന് മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, പണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ ശക്തി എന്നിൽ നിന്ന് മാഞ്ഞു പോയി. പെട്ടെന്ന് എൻ്റെ കാലിൽ ഒരു അടി തന്നിട്ടാണ് പോയത്. ഞാൻ ചാടിയാണ് ഞാൻ എണീക്കുന്നത്. എണീറ്റപ്പോൾ എനിക്കിത് സ്വപ്നമാണെന്നൊന്നും അല്ല, ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രതീതിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല. എന്താ ഞാൻ ഈ കണ്ടതിൻ്റെ കണക്ഷൻ? എനിക്കൊന്ന് കേക്ക് കണ്ടു, ഒരു പെൺകുട്ടിയെ കണ്ടു, എന്താ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 2-3 ദിവസം അതുമായിട്ട് ഇങ്ങനെ നടന്നു, എന്താ ഈശോ ഉദ്ദേശിച്ചെന്ന്. പിന്നെ സിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈശോ ചില കാര്യത്തിലൊരു സെൽഫിഷാണ്. അതായത് ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലുപരി ഈശോനെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈശോ. അപ്പോൾ ഈശോനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പം പള്ളിയിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരിക, ആ കേക്കെന്ന് പറഞ്ഞത് തിരുവോസ്തിയല്ലേ ഉദ്ദേശിച്ചത്? കേക്ക് വായിലേക്ക് വെച്ചിട്ട് ബ്ലഡ് ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈശോൻ്റെ രക്തമല്ലേ അത്? അപ്പോൾ നിന്നെ കുർബാനയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നതല്ലേ ഉദ്ദേശിക്കണം. നീ കുർബാന മുടക്കരുത്. ഒരു PGയുടെ കാര്യം വന്നപ്പോൾ നീ കുർബാന കട്ട് ചെയ്തോ? അത് ആവശ്യത്തിന് വേണ്ടി മാത്രമേ നീ വിളിക്കാറുള്ളൂ എന്ന് ഈശോ ചോദിക്കുന്നതായിട്ട് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ ഞാൻ ആലോചിച്ചു ആ പെൺകുട്ടി എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പിശാചിൻ്റെ രൂപമാണെന്ന് മനസ്സിലായി. നമ്മളെ കുർബാനയിൽ നിന്ന് അകറ്റാനും നമ്മളെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പലതരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ നമുക്കുണ്ടാവും. നമ്മളതിന് വീണു പോകും. അപ്പോൾ അങ്ങനെ വീഴാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് ദൈവം തന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ നിന്ന് കൂടുതൽ എന്താ പറയുക അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല, ഈശോയെ മാതാവിനെ എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി, ഈശോൻ്റെ സ്നേഹം അറിയാൻ പറ്റി. പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയെന്നുണ്ടെങ്കിലും എന്തോ പ്രാർത്ഥിക്കുന്നു പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈശോ എന്ന് പറയുന്നത് ഒരു സത്യദൈവമാണെന്നും അതൊരു ജീവനുള്ള ദൈവമാണെന്നും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളാണെന്നും എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ശേഷമാണ്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്.